ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഹെയർ മാസ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണ്, സൂപ്പർ ഫുഡ്സ് ഫോർ ഹെയർ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹെയർ ഓയിലിംഗ് ടെക്നിക്കാണ്. അതായത് എനിക്ക് എൻ്റെ മുടി നല്ല ലെങ്തി ആയിട്ടും തിക്കായിട്ടും നല്ല സിൽക്കി ആയിട്ടൊക്കെ വരാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓയിലിംഗ് ടെക്നിക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇതത്ര സ്പെഷ്യലായിട്ടുള്ള കാര്യമൊന്നുമല്ല, മിക്കവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് വേണ്ട രീതിയിൽ ഹെയർ വളർത്തിയെടുക്കാൻ പറ്റാത്തത്. പിന്നെ ഞാൻ ഓയിലിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കുറച്ച് ഓയിൽ ഓൾറെഡി ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് വേണ്ടി തന്നെ ഒരു ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് ഓയിൽ ഡ്രോപ്സ് ഞാൻ തേച്ചിട്ടുണ്ട്. അതാണ് കുറച്ചൊരു ഓയിലി ആയിട്ട് ഇരിക്കുന്നത്. ഫുള്ള് തേച്ച് കഴിഞ്ഞിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് പാരച്യൂട്ടിൻ്റെ ഈ ബ്ലൂ കളർ ബോട്ടിലുണ്ടല്ലോ, അതാണ് ഞാൻ ഓയിലിങ്ങിന് യൂസ് ചെയ്യുന്നത്. വീക്ക്ലി വൺസ് ആണ് ഞാൻ ഓയിലിംഗ് ചെയ്യുന്നതല്ല, ഹെയർ വാഷ്. ഇപ്പോൾ മഴക്കാലവും കൂടി ആയതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ തലമുടി കഴുകാറുള്ളൂ. അതാണ് എൻ്റെ മുടിയുടെ ഒരു ഗ്രോത്തിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ഫാക്ടർ. കാരണം എത്രത്തോളം കുറവ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നു അത്രയും എൻ്റെ ഹെയർ ഗ്രോത്ത് കൂടി വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പ് ഹെൽത്ത് നോക്കണം. ഒട്ടും പറ്റാത്ത ആളുകൾ, പുറത്തു പോയി വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യണം. കാരണം നിങ്ങളുടെ സ്കാൽപ്പ് ഹെൽത്ത് ബോറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹെയർ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. സോ നിങ്ങളുടെ സ്കാൽപ്പ് ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ തന്നെ മുടി കഴുകിയാൽ മതിയാവും. അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുക. ഹെയർ ഓയിലിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഓയിൽ പറഞ്ഞല്ലോ, പാരച്യൂട്ടിൻ്റെ ഈ ബ്ലൂ കളർ ബോട്ടിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന ഓയിൽ ഉപയോഗിച്ചാൽ മാത്രമേ മുടി വളരൂ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് രീതിയിലാണ് ഹെയറിനെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതിലാണ് കാര്യം. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓയിൽ തേച്ചത് കൊണ്ട് നമ്മുടെ മുടി നല്ല കാര്യമായിട്ട് വളരണമെന്നില്ല. നമ്മൾ എങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ ഏത് ഹെയർ ഓയിൽ പുരട്ടുകയാണെന്നുണ്ടെങ്കിലും, ഏത് ഹെയർ ഓയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും അതിനൊരു രീതിയുണ്ട്. ആ രീതിക്ക് അനുസരിച്ച് തേച്ച് കെയർ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം മുടി വളരും. അത് ഇന്ന ഓയിൽ തന്നെ വേണമെന്നില്ല. കാരണം എനിക്കതിൽ അനുഭവമുണ്ട്. കാരണം ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ എനിക്ക് ധാരാളം സമയമൊക്കെ ഉണ്ട്. മോളൊക്കെ ആവുന്നതിന് മുന്നേ സമയമൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഞാനിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത്, എൻ്റെ വീട്ടിലെല്ലാം ഈ പച്ചിലകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ പോയി കളക്ട് ചെയ്ത് നെല്ലിക്ക ഇതൊക്കെ അടിച്ച് ഞാനിങ്ങനെ എണ്ണയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ആ എണ്ണ ഞാൻ തേക്കുമായിരുന്നു. ആ എണ്ണ തേക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഈ ഓയിൽ തേച്ചപ്പോഴും എനിക്ക് റിസൾട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ, ഞാൻ ഏത് ഓയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായൊരു കെയർ എടുത്ത് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന ഓയിൽ തേച്ചാൽ മാത്രമേ മുടി വളരൂ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഓരോരുത്തർക്കും യോജിച്ച ഓയിൽ അവനോൻ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ ഇന്ന ഓയിലാണ് തേക്കുന്നത്, അതുകൊണ്ട് നിങ്ങളത് ഉപയോഗിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഓയിൽ ഏതാണോ അത് തന്നെ നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപയോഗിച്ച് പോവാം. ഞാനിപ്പോൾ കുറേ നാളായിട്ട്, ഓൾമോസ്റ്റ് 1 year ആയിട്ട് പാരച്യൂട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് വരികയാണ്. സോ എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് ആളുകൾ നെഗറ്റീവ് റിവ്യൂസൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് കണ്ടു. പക്ഷെ എനിക്കിതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ മുടിക്ക് ഞാൻ 1 year ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പവും എനിക്കില്ല മുടിക്ക്. അപ്പോൾ ഞാൻ ഓയിലിംഗ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ബോട്ടിൽ തന്നെ എടുത്തിട്ട് ഈ ഒരു ആദ്യം ഞാൻ അപ്ലൈ ചെയ്യുന്ന നെറുകില്ലേ, നമ്മുടെ മുടിയുടെ ഭാഗത്താണ് ആദ്യം ഞാൻ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യുള്ളൂ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ കാര്യമായിട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഉള്ളം കൈ ഉണ്ടല്ലോ, ആ പോർഷൻ വെച്ചിട്ട് ഈ നെറുകയിൽ ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മസാജാണ്. മസാജല്ല, ഒരു ടെക്നിക്ക്, ഒരു ഓയിലിംഗ് ടെക്നിക്കാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഞാൻ കുറച്ചും കൂടി ഓയിൽ, ഞാൻ വളരെ നല്ല കാര്യമായിട്ട് തന്നെ ഓയിൽ എടുക്കും ഞാൻ. കാരണം ഞാൻ ഈ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ഇടുന്നത് കൊണ്ട് നല്ലോണം ഓയിലിടും. പക്ഷെ ഒരുപാട് ഓയിൽ ഇടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ ഗുണം കിട്ടും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എത്ര ഓയിൽ ഇട്ടാലും നമ്മൾ മസാജ് ചെയ്യുന്ന പോലെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ഈ കറപറ മസാജ് ചെയ്യരുത്. ഞാനും അങ്ങനെ ചെയ്തു വരുമ്പോൾ അറിയാതെ അങ്ങനെ ആയിപ്പോവും. സോഫ്റ്റായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ.
വളരെ സോഫ്റ്റായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിപ്പോൾ നെറുഭാഗത്തിലാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഹെയറിൻ്റെ ഓരോ പോർഷൻസിലും, സ്കാൽപ്പിൻ്റെ ഓരോ പോർഷൻസിലേക്കും ഓയിൽ എത്തണം. സോ നമ്മൾ ടൈം എടുത്ത് വളരെ പതുക്കെ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യാം. നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഹെയർ ഓയിലിംഗ് എന്ന് പറയുന്നത്. എന്താ പറയുക, നമുക്ക് ഒരു സ്ട്രെസ് റിലീഫ് കൂടിയാണ്. ഇത് വേറൊരാൾ നമുക്ക് ചെയ്തു തരുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും നോക്കി നിൽക്കാറില്ല. ആരും ചെയ്തു തരാനില്ലെങ്കിലും ഞാൻ തന്നെ ചെയ്യും. അങ്ങനെ സ്കാൽപ്പിൻ്റെ ഓരോ പോർഷനിലേക്കും, ഞാനിതിപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ, കാരണം അങ്ങനെ കാണിച്ചു പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് അതനുസരിച്ച് കൂടും. നമ്മുടെ സ്കാൽപ്പിൻ്റെ ഓരോ പോർഷനിലേക്കും ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നെറുകയിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ നെറുകയുള്ള ഈ പോർഷനിൽ തന്നെ ഇങ്ങനെ ഒന്ന് സോഫ്റ്റായിട്ട് മസാജ് ചെയ്യുക. പിന്നെ സ്കാൽപ്പിലെ ഓരോ പോർഷൻസിലും നമ്മൾ സോഫ്റ്റായിട്ട് ഓരോ മസാജ് കൊടുക്കണം. അതിന് ഇങ്ങനെ ഓരോരോ പോർഷൻസായിട്ട് എടുത്തെടുത്ത് തന്നെ മസാജ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മുടി നമ്മൾ ഇങ്ങനെ മുമ്പോട്ടിട്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ഈ ഒരു നമ്മുടെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഈ കുഞ്ചിയുടെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മസാജ് ചെയ്യണം. നമ്മളങ്ങനെ കുനിഞ്ഞ് നിന്ന് മസാജ് ചെയ്യുമ്പോഴത്തേക്കും ഹെയർ നല്ലോണം വളരും എന്നാണ് പറയുന്നത്. നമ്മുടെ സ്കാൽപ്പിലൊക്കെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് ഹെയർ ഗ്രോത്ത് നല്ലോണം ഉണ്ടാവും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഹെയർ മുമ്പിലേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ സ്കാൽപ്പിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ അപ്ലൈ ചെയ്തിട്ടുള്ള ഓയിൽ എല്ലായിടത്തേക്കും എത്തിക്കണം. നമ്മൾ ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് കുറച്ച് ടൈം എടുത്ത് തന്നെ മസാജ് കൊടുക്കുക. ഓക്കെ, നമ്മൾ സ്കാൽപ്പിൽ മാത്രമല്ല കേട്ടോ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ ഹെയർ ടിപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വരാതെ നമുക്ക് സൂക്ഷിക്കണമല്ലോ. അത് മാത്രമല്ല, ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി എനിക്ക് സൂക്ഷിക്കാൻ ചിലപ്പോൾ സമയം തീരെ കിട്ടുന്നില്ല. മോള് നല്ല വികൃതിയാണ്. അപ്പോൾ അവളുടെ പുറകെ ഓടുമ്പോൾ എനിക്ക് ഹെയർ കെയറിനൊന്നും ടൈം കിട്ടുന്നില്ല ആക്ച്വലി. എന്നാലും എനിക്ക് കിട്ടുന്ന സമയത്ത് മാക്സിമം ഞാൻ ചെയ്യും. സോ ഞാൻ പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, ആ ഹെയറിൻ്റെ ടിപ്പിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം. അപ്പോൾ ആ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വരാതെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിപ്പിലൊക്കെ നല്ലോണം ഓയിൽ തേച്ച് കൊടുക്കണം. ടിപ്പിൽ ഓയിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റാത്തൊരു കാര്യമാണ് ഹെയർ ഫോൾ. എനിക്കിപ്പോൾ അത്രക്കൊന്നും ഇല്ല കേട്ടോ. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബണ്ടിൽ കിട്ടുമായിരുന്നു. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കുറവാണ്, ഇത്രയൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ 1 വീക്ക് തല കഴുകാതിരുന്നിട്ട് നമ്മൾ മുടിയിൽ എണ്ണ തേക്കുമ്പോൾ ഇത്രയും മുടി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഹെയർ ഫോൾ ഇല്ല സത്യം പറഞ്ഞാൽ, എനിക്ക് അങ്ങനെ പറയാം. ഹെയർ ഫോൾ തീരെ ഇല്ല, ഹെയർ ഫോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാരച്യൂട്ടിൻ്റെ ഓയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി അല്ലേ ഈ ഓയിൽ, ഒരു ലൈറ്റ് വെയ്റ്റ് ഓയിലാണ്. ചില ഓയിൽ തേക്കും, ഇപ്പോൾ കാസ്റ്റർ ഓയിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും, കാസ്റ്റർ ഓയിൽ മുടി വളരാൻ നല്ലതാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒറ്റ തവണ അത് യൂസ് ചെയ്തിട്ടുള്ളൂ, വേറൊന്നും കൊണ്ടല്ല ഞാനത് ഉപയോഗിക്കാത്തത്. അത് ഭയങ്കര തിക്കാണ് ആ ഓയിൽ, എനിക്കത് അങ്ങോട്ട് പറ്റുന്നില്ല. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. നമുക്കിപ്പോൾ ഇത് തേച്ച് വെച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാനും പറ്റും. ഇതുണ്ടെന്ന് അങ്ങനെ അധികം ഫീൽ ചെയ്യില്ല. നമ്മളിങ്ങനെ കുറേ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കിത് ഉണ്ടെന്ന് ഫീൽ, ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സ്കിന്നിലായാലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് സ്കിന്നിനും നല്ലതാണ് ഈ പാരച്യൂട്ടിൻ്റെ ഓയിലേ, സ്കിന്നിനും നല്ലതാണ്. സോ നമ്മൾ തേക്കുന്ന സമയത്ത് സ്കിന്നിലായി എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹെയറിൻ്റെ റൂട്ട്സ് മുതൽ ടിപ്സ് വരെ നമ്മൾ മസാജ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനൊരു ഫുൾ ലെങ്ത് മസാജ് നമ്മൾ വീക്ക്ലി 1 or 2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് കൂടും.
ഹെയർ ഗ്രോത്ത് മാത്രമല്ല കേട്ടോ, മുടി നല്ല രസമാവുകയും ചെയ്യും, കുറച്ച് സിൽക്കി ആവും. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഒരു മസാജ് കൊടുക്കുക. അങ്ങനെയാണ്. ഓയിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കണം, ഇന്ന ഓയിൽ തന്നെ യൂസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മസാജിങ് ടെക്നിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുടിയിൽ മുഴുവനും ഓയിൽ തേച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഹെയർ മസാജ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻസ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റത്തെ എൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ഹെയർ മസാജ് എനിക്ക് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ നെറ്റിയിൽ തേച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ചെവിയുടെ അടുത്തോട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കും. ഇതിങ്ങനെ ഞാൻ കുറച്ച് നേരം ചെയ്യും കേട്ടോ. ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം തന്നെ, സ്ട്രെസ്സ്, നമുക്ക് ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു റിലീഫ് കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഈ ഓയിൽ വെച്ചിട്ട് ഒരു 1 hour അല്ലെങ്കിൽ 2 hourനുള്ളിൽ വാഷ് ചെയ്ത് കളയും. നമുക്ക് ഏത് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ സൺസിൽക്ക് ബ്ലാക്ക് കളർ ഷാംപൂ ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. അത് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയും, അങ്ങനെയാണ് ചെയ്യാറുള്ള. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഈ മുടിയിൽ ഓയിലിംഗ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നല്ലോണം ഡീടാങ്കിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുടിയിലെ ജടയൊക്കെ നല്ലോണം കളഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഞാൻ കാണിച്ചിട്ടില്ല. അതെല്ലാം കാണിക്കാൻ തന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് തന്നെ ഒരു ചടപ്പായി പോകും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞാൽ പോരെ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ മുടിയുടെ ആ ഒരു ചടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വൃത്തിയാക്കിയിട്ട് മാത്രം ഈ ഹെയർ ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക കേട്ടോ. പിന്നെ ചില ആളുകൾ പറയുന്നേക്കാം ചീപ്പ് യൂസ് ചെയ്തിട്ട് പിന്നെ മുടി ഇങ്ങനെ ചീവുന്ന ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന്. ഈ ചീപ്പ് വെച്ച് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലതാണ് നമ്മുടെ കൈ, നമ്മുടെ എല്ലാം. ഇപ്പോൾ ഫേസിലാണെങ്കിലും ഫേസിലൊക്കെ നമ്മൾ ബ്രഷൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റാണ് നമ്മൾ കൈ വെച്ച് ചെയ്യുന്നത്. സെയിം അതുപോലെ തന്നെ നമ്മൾ ചീപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലതാണ് നമ്മുടെ തലമുടിയിൽ കൈ വെച്ചിട്ട് ഒരു മസാജ് കൊടുക്കുക, കൈ വെച്ച് ഈ ജടകളെയൊക്കെ ചെയ്യുക. മാക്സിമം ചീപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാനെല്ലാം കൈവച്ചാണ് മുടിയിൽ മാക്സിമം കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മസാജിങ്ങിനും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സ്കാൽപ്പ് മസാജും ഒക്കെ ചെയ്യാനായിട്ട് ഞാനതൊന്നും ഉപയോഗിക്കാറില്ല. ഞാനെല്ലാം കൈവച്ച് തന്നെയാണ് ചെയ്യാറ്. എനിക്കതാണ് കംഫർട്ടബിൾ, നല്ല സുഖവും. അത് വേറൊരാൾ ചെയ്തു തരുമ്പോഴാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. ഇപ്പം ആരും നമുക്ക് ചെയ്തു തരാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുക, നല്ലതാണ്. ഒരു സ്ട്രെസ് റിലീഫാണ് നമ്മൾ വീക്ക്ലി 1 or 2 ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ന്യൂ മോംസിനൊക്കെ ആണെങ്കിൽ വീക്ക്ലി 1 തന്നെ നമ്മളിത് ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. അപ്പോൾ അതെങ്കിലും പക്ഷെ ചെയ്യുക കേട്ടോ. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടും, നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് കൂടും. അപ്പോൾ എൻ്റെ ഹെയർ ഗ്രോത്തിന്, അതായത് എൻ്റെ മോക്കിപ്പോൾ 1 വയസ്സായി. പ്രഗ്നൻസിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ഞാൻ എൻ്റെ ഹെയറും സ്കിന്നൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു ഓയിലിംഗ് ടെക്നിക്ക് കൂടിയാണ്. പിന്നെ ഞാൻ പറയാം, ഒരു ഓയിൽ തേച്ചതുകൊണ്ടോ ഇങ്ങനെ മസാജിങ് ചെയ്തതുകൊണ്ടോ ഒരു ഹെയർ മാസ്ക് ഇട്ടതുകൊണ്ടോ ഒന്നും മാത്രമായില്ല. നമ്മൾ ഫുഡ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഹെയറിന് ആവശ്യമായിട്ടുള്ള ഫുഡ് നല്ലോണം കഴിക്കണം. ഞാൻ ഹെയറിന് വേണ്ടിയിട്ടുള്ള സൂപ്പർ ഫുഡ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്തായാലും കണ്ടു നോക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. മെയിനായിട്ട് ഞാൻ അതിൻ്റെ 10 ഫുഡ്സാണ് പറയുന്നത്. നിങ്ങളതൊന്ന് നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടിലേക്ക് വരുത്തുക. ഈ ഒരു ഓയിലിങ്ങിൻ്റെയൊപ്പം അതും ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുക. ഞാൻ ഈ ഓയിലിംഗ് ചെയ്തതുകൊണ്ട് മാത്രം മുടി വളർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഫേക്ക് ചെയ്യുന്നത് പോലെ ഇപ്പോൾ. ഓയിലിങ്ങും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. എൻ്റെ ഹെയർ ഗ്രോത്തിൻ്റെ ഒരു പാർട്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഓയിലിങ്. എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വേറെ പല കാര്യങ്ങളും ഉണ്ട് ഓയിലിംഗ് അല്ലാതെ. ഹെയർ മാസ്ക്, ഹെയർ ഓയില്, പിന്നെ ഉലുവ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഞാൻ തേച്ചല്ലോ, ഇനി കുളിക്കുന്നതിന് ഒരു 5 or 10 minutes മുന്നേ ഞാൻ കുറച്ച് ഉലുവയുടെ വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യും, എന്നിട്ട് മാത്രമേ ഹെയർ വാഷ് ചെയ്യുള്ളൂ കേട്ടോ. ഉലുവ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മുടിയുടെ വളർച്ചയ്ക്ക്. അതുപോലെ പറഞ്ഞ ഫുഡ്, ഞാൻ ഹെയർ ഗ്രോത്തിനായിട്ടുള്ള ഫുഡ് ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ. അതൊക്കെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കെയർ ആയി. ഓക്കെ, വെള്ളം കുടിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ മുടിക്കും വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. കുക്കർ ചീറ്റുന്ന സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ഒരു ഓയിലിംഗ് ഡേ, ഇന്ന് എൻ്റെ ഹെയർ ഓയിൽ ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക.
എല്ലാവരും ഒരുപാട് പേരൊക്കെ കാണുന്നുണ്ട് വീഡിയോസ്, അങ്ങനെ ഒരുപാടെന്നല്ല, കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. ഈ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമല്ല നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഒരിക്കലും ഇടുന്നില്ല. ഞാൻ ഡെയിലി ബേസിസിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിലും ഹെയറിലും അതുപോലെ ഞാൻ ഫുഡ് കഴിക്കുന്നതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 1 year ആയിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ടൊരു കാര്യം ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതല്ല. അതുപോലെ ഒരു പ്രൊമോഷണൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണോ അതങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ. അത് എനിക്ക് നല്ല മീൻസ് റിസൾട്ട് കിട്ടിയത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.